സമൂഹമാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. നേരത്തെ കുന്നമംഗലം മാജിസ്ട്രേറ്റ് കോടതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകും. വംശീയ കലാപത്തെ തുടർന്ന് ഒരു വർഷമായി രാഷ്ട്രപതി ഭരണത്തിന് കീഴിലുള്ള മണിപ്പൂരിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഉടൻ. ഇന്നലെ ചേർന്ന BJP എംഎൽഎമാരുടെ യോഗം യുംനാം ഖേപ്ചന്ദിനെ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. രാഷ്ട്രപതി ഭരണ കാലാവധി ഈ മാസം 12-ന് അവസാനിക്കാനിരിക്കെയാണ് പുതിയ സർക്കാർ വരുന്നത്. രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചെറിയ കലാപത്തിന്റെ വാർത്തകളൊക്കെ വരുന്നൊരു സാഹചര്യം കൂടി, സംഘർഷത്തിന്റെ വാർത്തകളൊക്കെ വരുന്നൊരു സാഹചര്യം കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. അതിനിടയിലാണിപ്പോൾ അവിടെ സർക്കാർ വരുന്നത്. എങ്ങനെയാണ് ഈ ഇരു വിഭാഗങ്ങളുടെയും പങ്കാളിത്തം ഈ സർക്കാരിൽ ഉറപ്പാക്കുന്നുണ്ടോ? എന്തൊക്കെ വിവരങ്ങളാണ് പുതിയ സർക്കാരുമായി ബന്ധപ്പെട്ട് മണിപ്പൂരിൽ നിന്ന് വരുന്നത്? ശ്രീജ, ഒരു വർഷത്തിന് ശേഷം മണിപ്പൂരിൽ സർക്കാർ അധികാരത്തിൽ വരികയാണ്. അതിന് കളമൊരുങ്ങിയിരിക്കുകയാണ്. കാരണം ഇന്നലെ ഡൽഹിയിലാണ് BJPയുടെ നിയമസഭാ കക്ഷി യോഗം ചേർന്നത്. അതിൽ 2 MLAമാർ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ പങ്കെടുത്തിരുന്നു. യുംനാം ഖേംചന്ദിനെ അവിടെ തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് കക്ഷി നേതാവായി. അദ്ദേഹം മുഖ്യമന്ത്രിയാകും. ഒപ്പം തന്നെ ശ്രീജ ചോദിച്ചതുപോലെ കുക്കി വിഭാഗത്തിന് ഒരു ഉപമുഖ്യമന്ത്രിയുണ്ട്. ഒരു വനിതാ നേതാവിനെയാണ് നെംച കിംഗൻ എന്ന് പറയുന്ന വനിതാ നേതാവിനെയാണ് അവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒപ്പം നാഗ വിഭാഗത്തിന് ഒരു ഉപമുഖ്യമന്ത്രി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ BJP നേതൃത്വം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ എല്ലാ വിഭാഗങ്ങളുടെയും പങ്കാളിത്തോടു കൂടിയുള്ള സർക്കാർ, അതാണ് ഇപ്പോൾ ഏതായാലും ലക്ഷ്യം വെക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി രാഷ്ട്രപതി ഭരണത്തിലാണ് മണിപ്പൂരുള്ളത്. കാരണം 9-ാം തീയതി, കഴിഞ്ഞ 2025 ഫെബ്രുവരി 9-ാം തീയതിയാണ് ബിരേൻ സിംഗ് രാജിവെക്കുന്നത്. അതിനുശേഷം 13-ാം തീയതി രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നെങ്കിൽ പോലും ഓഗസ്റ്റ് മാസത്തിൽ വീണ്ടും 6 മാസത്തെ കാലാവധി കൂടി നീട്ടുകയായിരുന്നു. ഏതായാലും രാഷ്ട്രപതി ഭരണം നീട്ടുകയായിരുന്നു. ഇപ്പോൾ ഏതായാലും ഈ കാലാവധി അവസാനിക്കാൻ ഏതാണ്ട് 3, 4, 5 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോഴാണ് ഇത്തരം സർക്കാർ രൂപീകരണത്തിലേക്ക് BJP കടക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രക്രിയ കഴിഞ്ഞ 2-3 മാസമായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഡൽഹിയിലും ഇംഫാലിലുമൊക്കെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഖേംചന്ദിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ അദ്ദേഹം ബിരേൻ സിംഗിൻ്റെ BJPക്കകത്ത് ബിരേൻ സിംഗിൻ്റെ ശക്തമായ എതിരാളിയായിരുന്നു. പ്രത്യേകിച്ച് ഈ വംശീയ കലാപത്തിലൊക്കെ തന്നെ ബിരേൻ സിംഗ് എടുത്ത നിലപാടിനെ അദ്ദേഹം കടുത്ത തോതിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു. 2023-ലാണ് ഈ കലാപം തുടങ്ങുന്നത്. ബിരേൻ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.